Good afternoon all. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മള് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? പ്രോബ്ലംസ് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞില്ല അല്ലെ? സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. പാറ്റേണലിസം അല്ലെ, പാരന്റൽ ഫീലിങ്സ് വരുന്ന ഒരു രീതിയിലാണ് കൈകാര്യം ചെയ്ത് പോകണമെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? സെക്കൻഡ് പോയിന്റ് തുടങ്ങി നമുക്ക് ഡിസ്കസ് ചെയ്യണം അല്ലേ? ആണോ? ഓക്കെ അല്ലേ? നമുക്ക് സെക്കൻഡ് പോയിന്റ് തുടങ്ങി നോക്കാം. നമുക്കറിയാം എംപ്ലോയിയുടെ ബെനിഫിറ്റ്സ് അല്ലെ, തീർച്ചയായിട്ടും എംപ്ലോയിക്ക് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുടമ വിചാരിക്കുന്നത് ആക്ച്വലി അവർക്ക് അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കേസ് എന്താണ്, എംപ്ലോയി നല്ല ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഓർഗനൈസേഷന്റെ ഗോള് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ആ ഒരു എയിമോട് കൂടിയിട്ടാണ് തൊഴിലുടമ റിസ്ക് എടുത്തിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വിചാരിച്ച ചിലപ്പോ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ തൊഴിലുടമ വിചാരിച്ച ചില കൺസെപ്റ്റുകളൊക്കെ ശരിക്കും ശരിയാവണമെന്നില്ല. കാരണം എംപ്ലോയി ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കില്ല ഈ ബെനിഫിറ്റ്സുകളൊക്കെ ഉൾക്കൊള്ളുന്നത് അല്ലെ? അവിടെ എന്താണ് നമ്മൾ പറഞ്ഞ പാരന്റൽ നേച്ചറിൽ തന്നെയാണ് അല്ലെ, ഒരു മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു രീതി, ആ ഒരു രീതിയിലാണ് എംപ്ലോയി ചില ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നോക്കിക്കാണുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് വിച്ച് സസ്റ്റെയിൻസ് ഹ്യൂജ് കോസ്റ്റ്. നമുക്കറിയാം ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട് അല്ലെ? ഇൻ കേസ് തൊഴിലാളികൾക്ക് ചിലപ്പോ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എത്രത്തോളം സാലറി ബേസ് ചെയ്തിട്ടുള്ള കുറെ എഴുത്തുകുത്ത് ജോലികളൊക്കെ ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ടാവും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾക്കൊക്കെ അർഹതപ്പെടാനായിട്ട് പറ്റുന്നത്. ചില ബെനിഫിഷ്യൽ പാക്കേജിൽ നിന്നും ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് എന്തായാലും എഴുത്തുകുത്ത് വർക്കുകൾക്കും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഒരുപാട് കോസ്റ്റ് ചെലവഴിക്കേണ്ടതായിട്ട് വരും. It involves a tedious process of making large outlays of direct and indirect financial expenditures and also involves substantial paperwork. Okay, നമുക്കറിയാം ഒരുപാട് ഇത് ഏതെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് ആണെങ്കിൽ ആദ്യം തന്നെ നമുക്കറിയാം എംപ്ലോയീസിന് ഈ ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമാകണമെന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെ? അതിനനുസരിച്ചുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ ചെലവഴിച്ചിട്ടായിരിക്കും ഇവര് എന്താണ് പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ ഒരുപാട് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലെ? എന്തെങ്കിലും ഓവർ ടൈം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സാലറി ഹൈ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കിട്ടുന്നു എന്നുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോ മിക്കവാറും എംപ്ലോയീസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യും. അതേസമയം ചില കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ? എല്ലാവരും ചിലപ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ചിലപ്പോ എന്താണ് നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് ഫണ്ടൊക്കെ ചെലവഴിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം ഇതൊക്കെ കണ്ടക്ട് ചെയ്യും. ഇൻ കേസ് നമ്മളിപ്പോ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് പോലെ ഫെസ്റ്റിവൽ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ രീതിയിലൊക്കെ എംപ്ലോയീസിന്റെ
കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട് അല്ലെ. ജഡ്ജസിനെ കൊണ്ടുവരണം, അതല്ലെങ്കിൽ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ റിസ്ക് ഉണ്ട്. സമയം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിൽ അവിടെയുള്ള വർക്കേഴ്സൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നല്ല ഹാപ്പി ആയിട്ട് മൂച്ചിക്ക് പോകാനായിട്ടാണ് തീർച്ചയായിട്ടും തൊഴിലുടമ ഇതിനൊക്കെ സന്നദ്ധ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും ഉണ്ടെന്നുള്ളത് പ്രധാനമായിട്ട് ഉള്ളതാണ് അല്ലെ. അതിന്റെ ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ അതുമായി ബന്ധപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then become new trend. ഓക്കെ, അതായത് നമ്മളിപ്പോ തൊഴിലുടമ ചില ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ എംപ്ലോയിക്ക് ലഭ്യമാക്കാമെന്ന് വെച്ചു. പക്ഷെ ചിലപ്പോൾ വേണമെങ്കിൽ അത് എല്ലാവർക്കും ഉള്ള ബെനഫിഷ്യൽ പാക്കേജുകളാണ് എങ്കിൽ അവര് അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. കമ്പനി ഓഫേഴ്സ് certain benefits and services to its employees. It establishes a process of competition in other companies as well as and in order to prove themselves as better, other companies also start providing these benefits. ഓക്കെ, ചിലപ്പം എപ്പോഴും എന്താണ് ഒരേപോലെ ആ കമ്പനി കൊടുക്കുന്നതാണ്, പിന്നെ അത് ഇത്ര വലിയ കാര്യമല്ല എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കും എംപ്ലോയീസ് ഒക്കെ ചില ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഓഫർ ചെയ്യാനായിട്ട് തൊഴിലുടമ പരിശ്രമിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അതും അല്ലെ ആരെങ്കിലൊക്കെ ഏതെങ്കിലും കമ്പനികളൊക്കെ കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് വരും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ബെനിഫിഷ്യൽ പാക്കേജ് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. അത് ട്രെൻഡിനനുസരിച്ചിട്ട് തന്നെ വെരിഫൈ ചെയ്ത് മാറ്റേണ്ടത് ആവശ്യമാണ് അല്ലെ. സം ഓഫ് ദ ബെനിഫിറ്റ്സ് വിച്ച് were previously unknown but now have become common are credit unions and severance pay. Okay, അതായത് നമ്മളിപ്പോ എപ്പോഴും അല്ലെ തീർച്ചയായിട്ടും ഇതുവരെ റിസ്ക് ആണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പുതിയ ട്രെൻഡ് എന്താണ് അല്ലെ. ഇപ്പോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എപ്പോഴും എന്താണ് കളർ കോഡ് അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എല്ലാ എംപ്ലോയീസ് ഒക്കെ ആഗ്രഹിക്കുന്നത്. ഒരു നല്ല അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് ഏതൊരു എംപ്ലോയീസ് ആഗ്രഹിക്കുന്നത്. അപ്പോഴൊക്കെ നമുക്ക് അല്ലെ ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിലൊക്കെ സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന കാണാം അല്ലെ. അവരെ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസുകളൊക്കെ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളിലേക്കൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും ഏതൊരു എംപ്ലോയും ആഗ്രഹിക്കുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതും ഒരു റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ ബെനിഫിഷ്യൽ പാക്കേജിന്റെ എന്തൊക്കെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇത് മാതാപിതാക്കളുടെ ഒരു രീതി അല്ലെ എന്നുള്ള ആ ഒരു മനോഭാവത്തിലെ എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യാം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു എന്താണ് അതിന് ഒരുപാട് ചെലവ് അതിന് വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. തന്നെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് മാറിപ്പോകേണ്ട ഒരു ആവശ്യകതയും അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. ഇതൊക്കെ പോയിന്റ് ഹെഡിങ്സ് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവും. അതിനപ്പുറം അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. ജസ്റ്റ് ഒന്ന് ഹെഡിങ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. Less productive employees or the employees who are unable to do much truthful work for the company stay in their jobs just because of the fact that the company provides a lot of benefits and services to its employees. Okay, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലെസ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ്. അപ്പം less productive employees or the less who are unable to do much fruitful work for the company അല്ലെ. എപ്പോഴും എന്താണ് കമ്പനിയിൽ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ചിന്തിച്ചൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും
ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ച് പറയാം. ചെറിയൊരു ചുമയുണ്ട്. എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കേൾക്കാമോ? എന്തെങ്കിലും ക്ലിയർ ആവാത്ത എന്തെങ്കിലും ചോദിക്കാം. Handling less productive employees. Less productive employees or the employees who are unable to do much fruitful work for the company. അതായത് നമുക്കറിയാം എല്ലാ തൊഴിലാളികളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല അല്ലെ. ചില എംപ്ലോയീസ് എങ്കിലും അധികം ഹാർഡ് വർക്ക് ചെയ്യാത്ത എംപ്ലോയീസും ഉണ്ടാവാം. സോ അങ്ങനെ വരുമ്പോൾ stay in their job just because of the fact that the company provides a lot of benefits and services to its employees. ഓക്കെ, അപ്പൊ അവരെന്താ വിചാരിക്കുക, ഇപ്പൊ നമ്മള് ഇത്രയും വർക്ക് ചെയ്താലും നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് പാക്കേജ് ഒക്കെ നമുക്ക് ലഭ്യമാവും. നമുക്കറിയാം അവിടെയുള്ള ഏതെങ്കിലും കുറച്ച് എംപ്ലോയീസിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ടൂർ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഫംഗ്ഷനോ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സോ എന്താണ് പ്രൊഡക്റ്റീവ്, അധികം വർക്ക് ചെയ്യാത്ത എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അത് ഇങ്ങനെ തന്നെ വർക്ക് അധികം ചെയ്തില്ലെങ്കിലും നമുക്ക് ലഭ്യമാകാതിനുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നമുക്ക് ലഭ്യമാകും എന്നുള്ളൊരു എയിമിലെ ആ ഒരു അസംഷനിൽ തന്നെ അവർ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അടുത്തൊരു പ്രോബ്ലത്തിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. ക്ലിയർ ആയോ? വോയിസ് കുഴപ്പമുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പൊ ഈ വോയിസിൽ തന്നെ പോവാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? Attendalism chapter, then extra huge expenditure, then becoming more stringent, then handling less productive employees. Then fifth one പറയുന്നത് avoiding other employee functions. അതായത് മറ്റ് ഫംഗ്ഷനുകളെ അവോയ്ഡ് ചെയ്യും അല്ലെ, ഒഴിവാക്കി കളയും. എന്താ ഉദ്ദേശിക്കുന്നത്? by paying attention towards the employee benefits and services, the employer generally becomes more focused on its provision and administration. ഓക്കെ, നമുക്കറിയാം ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജിനെ കുറിച്ചിട്ട് ഒരുപാട് ശ്രദ്ധിച്ചു. ഓക്കെ, മറ്റു കമ്പനികൾ കൊടുക്കാത്തതും അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ പ്രത്യേകത? മോർ ഫോക്കസ് അല്ലെ, ഒരുപാട് ശ്രദ്ധ ഇത്തരം നടപടികളിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ ഇത്തരം നടപടികളിലേക്കൊക്കെ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്നു. In such cases, other aspects of personal programs are fully neglected or at least attention is paid to them. അപ്പൊ എന്താണ്? മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെ മറ്റു തരത്തിലുള്ള ചിന്താഗതികളൊക്കെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. മറ്റതിലൊന്നും എന്താണ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ, മറ്റു പല കാര്യങ്ങളെ കുറിച്ചിട്ട് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട്. കാരണം എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ള കാര്യം മാത്രമായിരിക്കും മുന്നിൽ വരുന്നത് അല്ലെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാതെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അല്ലെ ഒരു പല കാര്യങ്ങളൊക്കെ ഇൻ കേസ് അവർക്ക് കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കേണ്ട അല്ലെ എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അവോയ്ഡ് ചെയ്ത് പോകുന്നു. സോ അങ്ങനെ വരുമ്പോൾ ഏതാണോ ബിസിനസ് തകർച്ചയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം എംപ്ലോയീസിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അല്ലെ. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഉള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ എല്ലാ ലെവലിലും തന്നെ ചിന്തിച്ചെടുപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ മറ്റു കാര്യങ്ങളെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റാതെ വരുന്നുള്ളതും പ്രധാനപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. Consequently, due to over-emphasizing on these benefits and services, employees often develop a concern for their future security instead of a present productivity. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? ഈ എംപ്ലോയീസ് കൂടുതൽ അല്ലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയാണ് അല്ലെ. എന്താണ് ഭാവി സുരക്ഷീയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു ഉൽപാദനക്ഷമത തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റു പല കാര്യങ്ങളെ കുറിച്ച് അവഗണിച്ചുകൊണ്ടാണ് ഇവരുടെ തൊഴിലാളികളെ തൃപ്തിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ആ നെറ്റോടൊപ്പം നമ്മൾ പറയില്ലേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതിലൊക്കെ അങ്ങനെ അല്ലെ അതിന്റെ പുറകെ നടന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ എന്താ പ്രത്യേകത? ഓർഗനൈസേഷന് മറ്റു ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു. ദെൻ ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തകർച്ച വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അവോയ്ഡിങ് അതർ എംപ്ലോയി ഫങ്ഷൻസ്. ഓക്കെ ആണോ? ഓക്കെ,
നമ്മൾ ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അറ്റൻഡൻസ് ചാർജ്, ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ, ആ ഹെഡിങ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഹെഡിങ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. കാരണം ഒരുപാട് ഇതുകളുണ്ട് അല്ലെ, പ്രോബ്ലംസ് ഉണ്ട്, നേച്ചർ ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, ഇമ്പോർട്ടൻസ്, അങ്ങനെ പലതരത്തിലുള്ള ടെൻസുകൾ ഉണ്ട്. അപ്പൊ ഓരോന്നും ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞു, ബിക്കമിങ് മോർ ട്രെൻഡ്, അത് നമ്മൾ ഓർത്ത് വെക്കാം. പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് മാറേണ്ടതായിട്ട് വരുന്നു. ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് വലിയ വർക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടേണ്ടതെല്ലാം അല്ലെ, എല്ലാ എൻജോയ്മെന്റും എല്ലാം തന്നെ അനുഭവിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then avoiding other employee functions. Okay, Liam. ഇനി നമുക്ക് പഠിക്കേണ്ടത് എംപ്ലോയി റിലേഷൻസ് ആണ്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? തൊഴിലാളികൾ മാത്രമായിരിക്കും ഉണ്ടാവുക ആണോ? ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അല്ല അല്ലെ, ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? മാനേജ്മെന്റ് ഉണ്ട്, മാനേജർ ഉണ്ട്, പിന്നെ മാനേജ്മെന്റ്, മാനേജർ, എംപ്ലോയീസ് ഉണ്ട്, ആ സ്ഥാപനത്തില് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും യൂണിയനുകൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ? ഉണ്ട്, ഇങ്ങനെ പ്രവർത്തിക്കില്ലേ? യൂണിയനുകൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്കറിയാം മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്? മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്? യൂണിയൻ. മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? മാനേജ്മെന്റ് എംപ്ലോയർക്ക് വേണ്ടിയിട്ടായിരിക്കും. ട്രേഡ് യൂണിയൻ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ട്രേഡ് യൂണിയൻ എംപ്ലോയീസിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നതെങ്കിൽ മാനേജ്മെന്റ് തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. തൊഴിലുടമയുടെ അണ്ടറിലാണ് മാനേജ്മെന്റ് അവിടുത്തെ പ്രോസസ് അല്ലെ, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്തു പോകുന്നത്. ഓക്കെ, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചില ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവർ ബാർഗെയിൻ ചെയ്യും. അപ്പൊ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയുണ്ട്, തൊഴിലാളികളുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്. ഇതിനും അപ്പുറം നമുക്കറിയാം അവിടെ മറ്റു റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ സ്ഥാപനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്കറിയാം പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അത് മാർക്കറ്റിൽ നമ്മൾ വിപണനം ചെയ്യേണ്ടതായിരുന്നു അല്ലെ. അപ്പൊ മാർക്കറ്റായിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണം. ഇൻ കേസ് നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമുക്കറിയാം ഒരുപാട് പെർമിഷനുകൾ ആവശ്യമാണ് അല്ലെ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് ഏത് മേഖലയാണോ അതിന്റെയൊക്കെ പെർമിഷനുകൾ ആവശ്യമാണ് അല്ലെ. അവിടെയൊക്കെ നല്ലൊരു ബന്ധം, നല്ലൊരു ഡീലിങ്സ് ഒക്കെ ആവശ്യമാണ്. ഇനി അതിനപ്പുറം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അല്ലെ ബിസിനസ് സ്ഥാപനത്തിന് അസംസ്കൃത റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എന്താണ് റോ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അവരായിട്ട് നല്ല അല്ലെ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവരെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുടമയുണ്ട്, തൊഴിലാളികളുണ്ട്, അതായത് മാനേജ്മെന്റ് ഉണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിയനും ഉണ്ട്. മോസ്റ്റ്ലി അവരൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അധികം അപ്പുറം നമ്മുടെ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു പല ഘടകങ്ങളും ആയിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ബെറ്റർ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ലൊരു ബെറ്റർ സ്ട്രക്ചറോട് കൂടി അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും യാതൊരു കോൺഫ്ലിക്ട്സും ഒന്നും ഇല്ലാതെ, തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡിസിഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാനായി സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അപ്പം
കൺസെപ്റ്റ് ഓഫ് എംപ്ലോയർ റിലേഷൻസ്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഡെഫിനിഷൻസ് ഉണ്ട്, നേച്ചർ ഉണ്ട്, ദെൻ അതേപോലെ തന്നെ അല്ലെ സ്കോപ്പ് ഉണ്ട്, അങ്ങനെ അല്ലെ അങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ എംപ്ലോയർ റിലേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ഒരു വ്യവസായ സ്ഥാപനം എന്നത് അതിനുള്ളിൽ തന്നെ കുറച്ച് ബന്ധങ്ങളെ നന്നായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. മാനേജ്മെന്റും തൊഴിലാളികളും തൊഴിലുടമയും യൂണിയനൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് പോയാലാണ് അധികം തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ യാതൊരു വിധത്തിലുള്ള അല്ലെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് സാധിക്കും. അപ്പൊ നോക്കാം concept of employee relations. Employee relations are known by different names such as industrial relations, labor management relations, and labor relations in different places. Okay, വ്യത്യസ്ത പ്ലേസുകളിലൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലെല്ലാം ഈ റിലേഷൻസിനെ എംപ്ലോയി റിലേഷൻസിനെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, വ്യവസായ ബന്ധങ്ങൾ, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, തൊഴിലുടമ മാനേജ്മെന്റ് തമ്മിലുള്ള ബന്ധങ്ങൾ, ആൻഡ് ലേബർ റിലേഷൻസ് അല്ലെ തൊഴിലാളികളുടെ ഒരു ബന്ധം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വ്യത്യസ്ത പേരുകളിലൊക്കെ ഈ ഒരു എംപ്ലോയീസ് റിലേഷൻസിനെ അറിയപ്പെടുന്നു. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേരെ, വ്യത്യസ്ത പേരുകളൊന്ന് ഓർഡർ ചെയ്യാനായിട്ട്. എന്തൊക്കെയാണ് എംപ്ലോയീസ് റിലേഷൻസിന്റെ അതർ നെയിംസ്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ആൻഡ് ലേബർ റിലേഷൻസ്. It is distinguished by prompt changes, industrial firmness, and holding philosophies both nationally and internationally, and hence represents one of the most intricate challenges for the modern industry societies. Okay, നമുക്കറിയാം അല്ലെ അവിടെ വ്യവസായ ബുദ്ധിമുട്ടുകളും തർക്കങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസുകളും അല്ലെങ്കിൽ വ്യത്യസ്ത അല്ലെ നമ്മുടെ ഫിലോസഫികളും കാര്യങ്ങളൊക്കെ ദേശീയപരമായിട്ടും ഇന്റർനാഷണലിലും വരുമ്പോൾ നമുക്കറിയാം ബന്ധങ്ങൾ, വ്യവസായ ബന്ധങ്ങളൊക്കെ പല രീതിയിൽ അല്ലെ നമ്മുടെ രാജ്യവ്യാപകമായിട്ടൊക്കെ റെപ്രസെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ആധുനികമായിട്ടുള്ള സാംസ്കാരിക രീതി തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് വ്യത്യസ്ത വീക്ഷണകോണിൽ നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ട് വരും. നല്ല ബന്ധങ്ങൾ ഇൻ കേസ് നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ തന്നെ ഈ വ്യവസായ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും അല്ലേ? അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാറില്ലേ? അതായത് ചിലപ്പോൾ വേണമെങ്കിൽ ഇന്ന രാജ്യത്തേക്ക് അല്ലെ നിരോധിച്ചിരിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് ന്യൂസൊക്കെ നമ്മൾ കേൾക്കാം അല്ലെ. കാരണം അവിടെ കരാർ വ്യവസ്ഥകളിലൊക്കെ ഭേദഗതികൾ വിധിച്ചു. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഏത് തരത്തിലുള്ള തർക്കങ്ങളും ചേഞ്ചസുകളും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ ഒരു മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then it is constantly changes the process that is based on social patterns, the economic system, and the political organization of the country. പ്രധാനമായിട്ട് നമുക്കറിയാം ഈ ചേഞ്ചസ് വരുന്നത് നമ്മുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ആ പാറ്റേൺസിനനുസരിച്ചിട്ടാണ് ഈ പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് വരുന്നത് അല്ലെ. സാമ്പത്തിക അവസ്ഥ ദുർബലമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഫലമായിട്ട് അതിന്റെ ഫലമായിട്ട് ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചു അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾക്കറിയാം സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നത് ഇൻഡസ്ട്രീനെയും ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു വ്യവസായത്തില് തൊഴിലാളികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ മാനേജ്മെന്റും യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തമ്മിലും അതേപോലെ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നന്നായിട്ട് തന്നെ ചെയ്തു പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത പേരുകളിൽ തന്നെ ഇതിനെ അറിയപ്പെടുന്നത്. ഇനി വീണ്ടും അതിന്റെ ആ ഒരു സെപ്പറേഷൻ പറയാണ്. Industrial relations is made up of two words. നമുക്കറിയാം രണ്ട് വേർഡ്സ് ആയിട്ടാണ് അല്ലെ എംപ്ലോയി റിലേഷൻസ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒക്കെ ആണെങ്കിലും രണ്ട് വേർഡ്സ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. Industry and relations. Their industry denotes a fruitful and creative activity that involves individuals or group of people. Okay, ഇൻഡസ്ട്രീനെ നമ്മള് വീക്ഷിക്കുകയാണെങ്കിൽ അല്ലെ അതിന്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മീനിങ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തികളുടെ സമൂഹം അല്ലെ അവരുടെ ഒരു
പ്രവർത്തനം അല്ലെ ഒന്നിച്ചു നിന്നിട്ടുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി വ്യവസായം എന്ന് വരുന്നത്. റിലേഷൻസ് എന്ന് എടുക്കുമ്പോൾ എന്താണ് പറയുന്നത്? റിലേഷൻ ഡിനോട്ട്സ് association between employer and employee, employee and employee, then labor union and management, organization and society, etc. അപ്പൊ വ്യവസായം എന്നതിലേക്ക് നമുക്കറിയാം, അവിടെ വ്യവസായത്തിൽ കുറെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആ ഒരു വ്യവസായ സ്ഥാപനമാണ്. അതായത് തൊഴിലാളികളും അല്ലെ അവിടെ ഒന്നോ രണ്ടോ പീപ്പിൾസുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം പീപ്പിൾസിന്റെ ഒരു സമുച്ചയമാണ് ആ വ്യവസായ സ്ഥാപനം വരുന്നത്. അതിലെ ബന്ധത്തിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള ബന്ധങ്ങളാണ്. തൊഴിലാളികൾ തമ്മിൽ ബന്ധങ്ങളുണ്ട്, തൊഴിലുടമയും തൊഴിലാളികൾ തമ്മിലുള്ള യൂണിയനും അല്ലെ, അതേപോലെ തന്നെ മാനേജ്മെന്റ് തമ്മിലുള്ള ബന്ധമുണ്ട്. യൂണിയൻ ആൻഡ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി, നമുക്കറിയാം ആ ഒരു വ്യവസായ സ്ഥാപനവും സൊസൈറ്റിയും തമ്മിൽ, സമൂഹവും തമ്മിലൊക്കെ നല്ലൊരു ബന്ധമുണ്ട് അല്ലെ. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങളിനെയാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. റിലേഷൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ബന്ധത്തിനെയാണ് റിലേഷൻസ്. അത് ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ്? തൊഴിലുടമ, തൊഴിലാളികൾ തമ്മിൽ യൂണിയൻ, മാനേജ്മെന്റും ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റിയും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് ബന്ധം എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഇൻഡസ്ട്രി അല്ലെങ്കിൽ റിലേഷൻ, ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻസ്, രണ്ട് വേർഡ്സിൽ നിന്നാണ് ഇൻഡസ്ട്രി റിലേഷൻസ് വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രി ഡിനോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? fruitful and creative activity that involves individuals or a group of people. Then relations denote ചെയ്യുന്നതാണ് association between employer and employee, employee and employee, labor union and management, organization, society, etc. Clear അല്ലേ? Okay, then we'll look which exists in the industry. Therefore, industrial relation is the relationship between the employee and the management, which is a direct or indirect result of the union-employer relationship. Okay, and therefore, industrial relations is the relationship between the employees and the management. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധത്തിനെയാണ് അവിടെ എടുത്ത് പറയുന്നത്. ഒരു വ്യവസായ സ്ഥാപനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം തൊഴിലാളികളും തൊഴിലുടമകളും എല്ലാവരും തന്നെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് അല്ലെ. വിച്ച് ഈസ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റിസൾട്ട് ഓഫ് എംപ്ലോയി റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഈ ബന്ധങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെറുപ്പമാണെങ്കിൽ നേരിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലായിട്ടായിരിക്കും ബന്ധം. അതേസമയം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ അത്രയും ഡയറക്റ്റ് ബന്ധം കുറവായിരിക്കും അല്ലെ. അവര് എംപ്ലോയിയുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ മാനേജ്മെന്റിനെ ആയിരിക്കും ബോധിപ്പിക്കുന്നത് അല്ലെ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? എല്ലാ മീറ്റിങ്ങുകളോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടുമ്പോഴായിരിക്കും എംപ്ലോയർ വരിക അല്ലെ. ഓക്കെ, അപ്പൊ അതിനപ്പുറം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് പോകുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ബോത്ത് നാരോ ആസ് വെൽ ആസ് എ വൈഡ് സെൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ രണ്ട് തരത്തില് നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. മനസ്സിലാക്കാം. ബോത്ത് നാരോ ആൻഡ് ആസ് വെൽ ആസ് എ വൈഡ് സെൻസ്. ഓക്കെ, നാരോ സെൻസിലും വൈഡ് സെൻസിലും നമുക്ക് മനസ്സിലാക്കാം. In the narrow sense, industrial relations talk about every sort of association between all the members of an organization, such as between employees, unions, and workers. നാരോ സെൻസിൽ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെ, ഇതില് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? എന്താണ് ഈ റിലേഷൻസ്, ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് about every sort of association between all the members of an organization. ഓരോ സോർട്ട് ഓഫ് അസോസിയേഷനും ആരും തമ്മിലുള്ള ബന്ധമാണ്, ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധമാണ്. സജസ് അത് ഏതൊക്കെ രീതിയിലാവാന്ന് പറയുന്നത് എംപ്ലോയീസ് ആയിട്ടുള്ള ബന്ധം, എംപ്ലോയീസ് തൊഴിലുടമയായിട്ടുള്ള ബന്ധം, യൂണിയൻസ് ആയിട്ട് വർക്കേഴ്സ്, തൊഴിലാളികളും അതേപോലെ തന്നെ യൂണിയനും തമ്മിലുള്ള ബന്ധത്തിനെയൊക്കെ ഇത് വിശേഷിപ്പിക്കാം അല്ലെ. This concept is basically used in India and Britain. In the wider sense, industrial relations talk about all forms of association that the organization forms with a different segment of the society which will come into its contact. Okay, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെ സമ്പർക്കം പുലർത്തുന്ന സംഘടന രൂപീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള അസോസിയേഷനുകളും തമ്മിലുള്ള ബന്ധം. അതായത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് all forms of association. അതായത് ഓർഗനൈസേഷൻ ഫോംസ് വിത്ത് ഡിഫറെന്റ് സെഗ്മെന്റ്സ്, എല്ലാ വിഭാഗങ്ങളിലും സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള സംഘടനകളുമായിട്ടുള്ള ബന്ധത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് അവിടെ വൈഡ് സെൻസിൽ എടുക്കുന്നത്.
ഇപ്പൊ നമ്മളൊരു വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നത് മറ്റൊരു വ്യവസായ സ്ഥാപനമല്ല, അതിനുള്ളിലുള്ള ബന്ധം മാത്രമല്ല അല്ലെ, തൊഴിലാളികൾ തൊഴിലുടമയും മാനേജ്മെന്റും അല്ലെങ്കിൽ തൊഴിലാളികളും എന്താണ് തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള ബന്ധത്തിനപ്പുറം നമുക്കറിയാം മറ്റു ഇൻഡസ്ട്രിയുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ട്, സൊസൈറ്റിയിലെ വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെയാണ് എന്തെന്ന് പറയുന്നത് വൈഡ് സെൻസില് നമ്മള് വ്യവസായ ബന്ധമെന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെയാണോ? അവിടെ എന്താണ് നാരോ സെൻസും വൈഡ് സെൻസും ഉണ്ടെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. നാരോ സെൻസിൽ എന്താണ് ഓവർ മെമ്പേഴ്സ് ഓഫ് an organization such as between employees and employers, union and workers. ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് ഡെഫിനിഷൻസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, വായിച്ചു നോക്കിയോ? ക്ലിയർ അല്ലേ? വായിച്ചു നോക്കിയോ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, വ്യത്യസ്ത വ്യക്തികൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. According to the ILO, industrial relations deal with either the relationships between the state and the employers and the workers organization or the relation between the occupational organizations themselves. അതായത് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് ILO വിശേഷിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? Either the relationship between the state and the employers and workers organization, അല്ലെ? ഇന്നല്ലെങ്കിൽ എന്താണ് അവിടെ ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് എംപ്ലോയി തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻസ് themselves, അല്ലെ? ഇത്തരത്തിലുള്ള ഇതേമാതിരിയുള്ള ഓർഗനൈസേഷൻ തമ്മിലുള്ള ബന്ധത്തിന് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ എല്ലായിടത്തും ഒരേപോലെ നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഗവൺമെന്റ് ആയിട്ടാണെങ്കിൽ തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം, അഭേദ്യമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബന്ധത്തില് നമ്മൾ എന്തൊക്കെ പെടാം? തൊഴിലുടമ, തൊഴിലാളികള്, ഗവൺമെന്റ്, അതോടൊപ്പം വിവിധ ഓർഗനൈസേഷനുകളൊക്കെ അതിൽ പെടാവുന്നതാണ്. ഓക്കെ അല്ലേ? According to ILO ഓർമ്മയിലേക്ക് വെക്കാം. Industrial relations deals with either the relationship between state and the employers and workers organization. വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ തമ്മില് അല്ലെങ്കിൽ തൊഴിലുടമകള് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ തമ്മില് നല്ലൊരു ബന്ധത്തിനെയാണ് നമുക്ക് സൂചിപ്പിക്കാം. അതല്ല എങ്കിലും ഓർ ദ റിലേഷൻ ബിറ്റ്വീൻ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻസ് themselves, അല്ലെ? ഇത്തരത്തിലുള്ള സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തിനെയും ഇത് വിശേഷിപ്പിക്കും. ഓക്കെ അല്ലേ? According to ILO ആണോ?
IL എന്താണെന്ന് അറിയാലോ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെയ്ഗ്. പ്രൊഫസർ ക്ലെയ്ഗിന്റെ അഭിപ്രായത്തിൽ എന്താ നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് encompasses the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. Okay, അവിടെ നമുക്കറിയാം എന്താണ് റൂൾസ് ഗവേണിംഗ് എംപ്ലോയ്മെന്റ് ടുഗദർ അല്ലെ, നിയമങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകുന്ന എംപ്ലോയ്മെന്റ് വിത്ത് ദ ബേസ് ഇൻ വിച്ച് ദ റൂൾസ് ആർ മെയ്ഡ് ആൻഡ് ചേഞ്ച്ഡ് അല്ലെ. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നവർ അല്ലെ. ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഭരണ നിർവഹണത്തിലെല്ലാം ഇത് ഉൾപ്പെടുന്നു. അതായത് വ്യവസായിക ബന്ധമെന്നുള്ളത് തൊഴിലാളി നിയമങ്ങളെ നിയന്ത്രിക്കുന്നത്. കേസ് നമുക്കറിയാം ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അല്ലെ അവിടെ ഇപ്പോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോ ഒരു എന്തെങ്കിലും സെക്യൂരിറ്റി സംബന്ധമായിട്ട് അല്ലെ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരൊരു തീരുമാനം വരും. ഇന്ന തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യുന്നവര് ഇന്ന പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെ ഒരു നിയമാവലി ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിയമ നിർവഹണത്തിലേക്ക് പോകുന്നു അല്ലെ. നല്ലൊരു ബന്ധം വരുമ്പോഴാണ് ആ നിയമങ്ങൾ പാലിച്ചു പോകേണ്ടത് ആവശ്യമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക ഇൻഡസ്ട്രിയൽ റിലേഷൻസ് encompasses the rules governing employment together with the ways in which rules are made and changed and their interpretation and administration. നമുക്കറിയാം റൂൾസുകൾ അല്ലെ നിയമനിർവഹണത്തിലുള്ളവരാണ് തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ നിയമാവലികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് മാറ്റങ്ങൾ വരുത്താം അല്ലെ. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ബെറ്റർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴേ തീർച്ചയായിട്ടും നമുക്കറിയാം റൂൾസുകൾ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീമാണ് ഇവിടെ ആര് പറയുന്നത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെയ്ഗ് പറയുന്നത്. നിയമങ്ങളെ നിയന്ത്രിക്കുന്നതും അതോടൊപ്പം തന്നെ നിയമങ്ങളിലെ മാറ്റങ്ങൾ വരുത്തി പുതിയത് നിർമ്മിക്കുന്നതും എല്ലാം തന്നെ ബന്ധങ്ങളിലൂടെയാണ് വരുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു നല്ല വ്യവസായ ബന്ധം ഉണ്ടാകുമ്പോഴാണ് ഓക്കെ പുതിയൊരു നിയമം ഫോളോ ചെയ്യാൻ ഒരു ചർച്ചകൾ സംഘടിപ്പിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പുതിയ നടപടിക്രമങ്ങൾ വരുന്നത് അല്ലെ. അങ്ങനെ നടപടിക്രമങ്ങൾ വരില്ലേ. എവിടെയെങ്കിലും ഒരു ഫുഡ് പോയ്സൺ ഉണ്ടായാൽ മതി അവിടെ ഒരു ആ ട്രാജഡിക്ക് മുന്നോടിയായിട്ട് ഓക്കെ അടുത്തൊരു അല്ലെ പുതിയ രീതി ചിലപ്പോ ഇന്ന ഭക്ഷണങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ കളിക്കാൻ പാടില്ല ഇന്ന കാര്യങ്ങളൊക്കെ ലേബർ അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിനപ്പുറം നമുക്കറിയാം എന്തെങ്കിലും ട്രാജഡികൾ വരുമ്പോഴായിരിക്കും പുതിയ പുതിയ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ. അപ്പോ റിലേഷൻഷിപ്പിൽ നിന്നാണ് റിലേഷൻഷിപ്പിൽ നിന്നാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഗവേണിംഗ് നടപടികളൊക്കെ രൂപം കൊണ്ടത്. ഓക്കെയാണോ? അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓരോന്നിനും ജസ്റ്റ് പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. മറ്റേതിൽ നമ്മൾ എന്താ പറയുന്നത് റിലേഷൻഷിപ്പ് സ്റ്റേറ്റും എംപ്ലോയേഴ്സും ഒക്കെ അല്ലെങ്കിൽ എംപ്ലോയി വർക്കേഴ്സ് ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണെങ്കിൽ ഇവിടെ റൂൾസ് ഗവേണിംഗ് എംപ്ലോയ്മെന്റ് അതിനാണ് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കാം. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകാൻ നോക്കണ്ട. മൂന്നാമത്തെ ഇതിലേക്ക് പോകാം, ഡെഫിനിഷനിലേക്ക് പോകാം. According to daily order, അദ്ദേഹം എന്താ പറഞ്ഞത് നോക്കാം. Industrial relations are a relationship between management and employees or among employees and their organizations that characterize and grow out of employment. ഓക്കെ, ഇവിടെ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയുള്ള റിലേഷൻഷിപ്പ്. ബന്ധം എന്ന് പറയുന്നത് മാനേജ്മെന്റും എംപ്ലോയീസും, അതായത് തൊഴിലുടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണോ മാനേജ്മെന്റ് അല്ലെ, അവരും എംപ്ലോയി വർക്കേഴ്സും തമ്മിലുള്ള ബന്ധത്തിന് എംപ്ലോയീസ് ആൻഡ് ദിയർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ തൊഴിലാളികളും മറ്റു സംഘടനകളും അല്ലെ അവരോടൊപ്പം തന്നെ ചരിക്കുന്നവരും അവരെ അല്ലെ അത്തരത്തിലുള്ള ഒരു നല്ലൊരു വ്യക്തി നല്ലൊരു ക്യാരക്ടറിസ്റ്റിക് സവിശേഷതയോട് കൂടിയിട്ടുള്ള ഒരു ബന്ധമുണ്ടെങ്കിലാണ് അവരെ എംപ്ലോയ്മെന്റിന്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലെ. അത് വളരാനായിട്ട് സാധിക്കുന്നു. അപ്പൊ
അവിടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് എന്താണ്, മാനേജ്മെന്റും എന്താണ് എംപ്ലോയി തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനുകളിലുള്ള അല്ലെങ്കിൽ അവര് എംപ്ലോയീസ് തമ്മിലും മറ്റു ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധത്തിന് അല്ലെ അതിന്റെ സവിശേഷതകളിലൂടെയാണ്, നല്ല ബന്ധത്തിലൂടെയാണ് എന്താണ് ആ ഒരു തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡെയിലി ഓർഡർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രധാനമായിട്ടും 3-4 കൂട്ടരെ പറയുന്നുണ്ട്. അതായത് മാനേജ്മെന്റും എന്താണ് തൊഴിലാളികളും, ഒപ്പം തന്നെ വർക്കേഴ്സ് തമ്മിൽ അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ തമ്മിലുള്ള ബന്ധത്തിനെയാണ് അവിടെ സവിശേഷമായിട്ട് എടുത്തു പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലപ്പ് ആണ്, industrial relations may be defined as the complex of interrelations among workers and management, managers and government. ഓക്കെ, അതൊരു സങ്കീർണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നു. ഇന്റർ റിലേഷൻഷിപ്പ് ബന്ധമാണ്, അതായത് ആന്തരികമായിട്ടുള്ള ബന്ധമാണ് വർക്കേഴ്സ്, മാനേജേഴ്സ് ആൻഡ് ഗവൺമെന്റ്, അതായത് തൊഴിലാളികളും തൊഴിലുടമയും ഗവൺമെന്റ് തമ്മിലുള്ള ഒരു ബന്ധത്തിനെ, ഒരു സങ്കീർണമായിട്ടുള്ള ബന്ധത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻസ് വായിച്ചു നോക്കാം. ആ പേരുകളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഡൺലപ്പ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, കോംപ്ലക്സ് ഓഫ് ഫൈബർ അല്ലെ, നമുക്കറിയാം ഡെഫിനിഷൻസ് എന്താ പറയുന്നത് അങ്ങനെ തന്നെ എഴുതണം അല്ലെ. അപ്പൊ നമ്മൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ ഓർത്ത് വെക്കുക, പേരുകളെങ്കിലും ഓർത്ത് വെക്കുക. ആരൊക്കെയാണിത് പ്രവചിച്ചത് അല്ലെ, ഈ രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്നത് ഓർത്ത് വെച്ചേക്കാം. 4 പേരുടെ പേരുകളൊന്ന് ഓർത്ത് വെക്കാം. ILO, then പ്രൊഫസർ ക്ലേഗ്, ഡെയിലി ഓർഡർ, പ്രൊഫസർ ഡൺലപ്പ്. കേസ് നമുക്ക് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലെ, who may be defined as a complex of interrelations among workers, managers and government. ആരാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പ്രൊഫസർ ഡൺലപ്പ്. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. അല്ലേ, ഓക്കെയാണോ? ഏതെങ്കിലും ഡെഫിനിഷൻ കൂടി പറയേണ്ടതുണ്ടോ? നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസിലേക്ക് പോവാം. അപ്പൊ എംപ്ലോയീസ് റിലേഷൻ എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ. ബന്ധങ്ങളാണ് വ്യവസായ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തൊഴിലുടമ തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല പലതരത്തിലുള്ള ഇതുമായിട്ട് നല്ലൊരു ബന്ധം വേണമെന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ആ ഒരു നേച്ചർ സവിശേഷത നോക്കിയാണെങ്കിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. Then mixture of cooperation and conflicts. Then third one interdisciplinary. Then the fourth one multi-dimensional in nature. Okay. And the first point in the nature of employee relations. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റിലേഷൻസ്. എന്താണ് സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതെന്താ പറയുന്നത്, റിലേഷൻഷിപ്പ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്താ an employee and employer is not a simple and uneasy one. നമ്മൾ പറയും നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് തൊഴിലാളിയെ തൊഴിലുടമയെ തമ്മിൽ അല്ലെ. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം തൊഴിലുടമ കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ എംപ്ലോയി ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അവര് പേടിച്ചിരണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ തന്നെ വർക്ക് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റാറില്ല. എന്നാൽ അതിനപ്പുറം ചില സ്ഥലങ്ങളിൽ എംപ്ലോയർ തൊഴിലാളികളോടൊപ്പം തന്നെ
വർക്ക് ചെയ്യാനെങ്കിലും നമുക്കറിയാം അല്ലെ, അവിടെ എന്താണ് ചിലപ്പോ കൺട്രോളിങ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. സാധ്യതയില്ലേ? ഉണ്ടാവോ? അങ്ങനെ സാധ്യത ഉണ്ടാവോ? കൂടുതൽ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അതെല്ലാം കൂടുതൽ സ്ട്രെസ് കൊടുത്ത് വർക്ക് ചെയ്താലും ഡിസാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ആണോ? യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒരു നല്ല രീതിയിലുള്ള ഒരു അല്ലെ ഒരു സ്ഥാനം അവിടെ കരസ്ഥമാക്കേണ്ടതുണ്ട്. It is relatively an art of living together to fulfill the common objective of production. Okay, അതില് പ്രധാനമായിട്ട് നമുക്കറിയാം of living together to fulfill the common objectives അല്ലെ, അവിടെ പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കേണ്ടത്. Effectively individual welfare and industrial growth. ഓക്കെ, നമുക്കറിയാം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം, ഇൻഡസ്ട്രി മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഏതൊരു ഓർഗനൈസേഷനിലും ഇന്ന ഇതിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. സോ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നല്ല ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് പറയുന്നത് it is necessary for the organization to maintain ordinary industrial relations in order to build healthy behaviors and conducive working environment, easy working procedure system. അതേമാതിരി തന്നെ നല്ല ഒരു ബന്ധമുണ്ടെങ്കിൽ എന്താണ് അവിടെ ആർക്കും നമ്മുടെ ഒരു കശപിശൊന്നും ഉണ്ടാവില്ല അല്ലെ, തർക്കങ്ങളൊക്കെ കുറവായിരിക്കും. ശരിയാണോ? നല്ല ബന്ധം ഉണ്ടാകുമ്പോഴല്ലേ തർക്കങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരാൻ പറ്റുള്ളൂ. ആണോ? ആ ഓക്കെ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എന്താണ് നല്ല ബന്ധങ്ങൾ അവിടെ ആവശ്യമാണ്. സോ പ്രൊഡക്റ്റീവ് എഫക്റ്റീവില് ഇൻഡിവിജ്വൽ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രി വളർച്ച പ്രാപിക്കണമെങ്കിൽ നല്ലൊരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അവിടെ ആവശ്യമാണ്. അത് മാത്രമല്ല നമ്മൾ പറയുന്നത് ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പ്രധാനമായിട്ടും പറയാൻ കാരണം അവിടെ അല്ലെ പെരുമാറ്റ രീതികളൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതികളാണ്. ഇനി അതേമാതിരി തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വലിയൊരു ടാസ്ക്കാണ്. അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും അല്ലെ. റിസ്ക് കുറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്കറിയാം അത് കൃത്യമായിട്ടുള്ള അവയർനെസ് കിട്ടിയാൽ മാത്രം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലേ? അപ്പൊ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക വർക്കുകൾ ആകെ പ്രശ്നമായിട്ട് നിൽക്കും അല്ലെ. ഒരു കംപ്ലീഷനെ ഇല്ലാതെ ആ വർക്കിന് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ആശയവിനിമയം നടത്തുമ്പോഴൊക്കെ ഓരോരുത്തരുടെയും ആയിട്ടുള്ള ഡ്യൂട്ടികൾ അവർക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് സാധിക്കും. അത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ആർട്ട് അല്ലെ, കലാപരമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ നല്ലൊരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാം അല്ലെ. ചിലരൊക്കെ നമുക്കറിയാലേ കൺട്രോളിങ് ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്യാനും അറിയാം, എന്നാൽ നല്ല ഇടപഴകേണ്ട സമയത്ത് ഇടപഴകാനും അല്ലെ കൂളായിട്ട് അവരോടൊപ്പം മുന്നോട്ട് പോകാനായിട്ടുള്ള ശേഷിയുള്ള ഒരു വ്യക്തികളും ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവരെയും കണ്ടിട്ടില്ലേ? ചിലർ എപ്പോഴും എന്താ പറയാ കർക്കശ നിലപാട് മാത്രമായിരിക്കും സ്വീകരിക്കുന്നത്. കമ്പനി മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പക്ഷെ രണ്ട് രീതിയിലും ആക്ട് ചെയ്യുന്നവരുമുണ്ട് അല്ലെ. കർക്കശം വേണ്ടടുത്ത് കർക്കശം നടപ്പാക്കി കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഗൈഡ് ചെയ്യുന്നിടത്ത് ഗൈഡ് ചെയ്യാനായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന അല്ലെ മെമ്പേഴ്സുകളും ഉണ്ടാവും. അപ്പൊ ആ റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഉണ്ടെന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫറൻസ് ഒക്കെയാണോ? പോയിന്റ് എടുക്കാൻ നേരം ഉണ്ടാവും. നമുക്ക് അടുത്ത പോയിന്റ് എടുക്കണോ? എക്സാം അല്ല, നമ്മുടെ എക്സാമിന്റെ ടൈം എന്തായാലും നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നമ്മുടെ കഴിഞ്ഞതാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാം. തുടങ്ങിയോ? ആണോ എന്നുള്ളതാണ് എക്സാമിന്റെ ഡേറ്റ് അല്ലേ, ആയിരിക്കാം. അപ്പൊ നമ്മള് നെക്സ്റ്റ് വീക്കിലാണെന്നുള്ളതാണ് എന്റെ ധാരണ. മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയിക്കും.
എന്തായാലും ടൈം ടേബിൾ വന്നോ? നിങ്ങളുടെ കയ്യിൽ എത്തിയോ? ആ ഓക്കെ. നാളെ 1-ാം തീയതി, ഇനി അധികം ദിവസമില്ല, 5 ദിവസം അല്ലെ? 6 ദിവസം എക്സാം ആണ്. നിങ്ങൾ പഠിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇതാണോ എനിക്കും നാളെയും രമ്യ മിസ്സിന്റെ അവരെ ഞാനാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് അല്ല, അല്ല, ഫസ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ അപ് ടു വരെയല്ലേ പറഞ്ഞത്? അല്ലേ? അങ്ങനെയല്ലേ മെസ്സേജ്? ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടാവും, ദെൻ തേർഡ് ചാപ്റ്റർ ഉണ്ട്, ദെൻ സെക്കൻഡ് ചാപ്റ്റർ എടുത്തോളം വരെ അല്ലേ? അപ്പൊ അതുവരെയും പഠിക്കുക. നിങ്ങൾ വേണമെങ്കിൽ റിവൈസ് ചെയ്ത് നോക്കിക്കോ. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പഠിച്ചു തുടങ്ങുമ്പോഴാണല്ലോ ഡൗട്ടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നാളെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് ക്ലാസ്സിൽ. മീറ്റ് ഞാനായിരിക്കും, മിസ്സിന് പകരം ഞാനായിരിക്കും കയറാം. പഠിച്ചു തുടങ്ങിക്കോ. എക്സാം ഇപ്പോ നമ്മള് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു മോഡലിൽ തന്നെയായിരിക്കും എക്സാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാനായിട്ട് മാനേജ്മെന്റ് ഞങ്ങളുടെ സാന്നിധ്യം അവിടെ എന്തായാലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവില്ല. പക്ഷെ എന്തായെങ്കിലും നിങ്ങൾ, അതായത് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവർ പ്രദാനം ചെയ്യും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. അതെ, വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. മോക്ക് ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകുന്നതാണ് അല്ലെ? അറ്റൻഡ് ചെയ്യാറില്ലേ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറില്ലേ? ഉണ്ട്. ഓക്കെ. ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. വലിയ കൺഫ്യൂഷനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് വിചാരിച്ചാൽ മതി. എന്നാലും വായിച്ച് മനസ്സിലാക്കി തന്നെ പോകാൻ ശ്രമിക്കാം. ഒരിക്കലും മോക്ക് ടെസ്റ്റിൽ തരുന്ന പോർഷൻസ് ഒന്നും വിട്ടുകളയാതിരിക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് അറിയാവുന്ന രീതികളൊക്കെ തന്നെയായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. എന്തായാലും ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോൾ എന്താണ് പോയിന്റ്സ് എന്നുള്ള കാര്യം ഗ്രഹിക്കാനായിട്ടാണ് ഞാൻ പഠിപ്പിക്കാറ്. അപ്പൊ വരുന്ന ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കി തന്നെ ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ചിലപ്പോഴൊക്കെ മിക്കതും നോട്ട് ചെയ്യാനൊക്കെ പറയാറുണ്ട്. സോ നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ടുകള്? നമ്മുടെ നേച്ചർ ഓഫ് റിലേഷൻസിന്റെ ഫസ്റ്റ് പോയിന്റ് മാത്രമാണ് നമ്മൾ ഇതിലെടുത്തത്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നമ്മുടെ എന്താ പറയുക, ഈ വർഷത്തെ ലാസ്റ്റ് ക്ലാസ് ആണ് അല്ലെ? അപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നേരത്തെ കൂടി ഹാപ്പി ഇയർ. ഓക്കെ. താങ്ക് യു. ഇതാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Okay, happy New Year. Thank you. Okay. Okay, bye. Next day.